Assalamu alaikum. Welcome to Max class. We can start our class with dua for knowledge. Rabbi yassir wala tuyassir wa tammim bil khair wa bika nasta'inu ya fattahu rabbi sidni ilma. Rabbi sidni ilma. Rabbi sidni ilma. Today we are going to start our new chapter, that is chapter 3, pairs of equation. Did you know what is equations? Equations means putting equal sign in between two terms. Okay, അപ്പോൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിനും റൈറ്റ് ഹാൻഡ് സൈഡിനും ഇടയിലായിട്ട് ഈക്വൽ ടു സൈൻ ഇട്ട് എഴുതുന്നതിനെയാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ we are using algebra to find the solutions of the problem in this chapter. Did you know what is algebra? Using the variables, that is x, comma, y, a, b, etc. That was variables. Usually we are using x and y for this kind of problems. So equation means, for example, I am writing 4 plus 3. What do you mean? What is 4 plus 3? 4 plus 3 is 7. This is an equation. This is an equation because in between these two numbers there is one equal sign. In between these two sides there is one equal sign. Then we can say that this is an equation. 4 plus 3 is an equation. Okay. Then instead of this 4, dash plus 3 is equal to 7. Instead of this dash, we are writing x plus 3, putting this variable x instead of this 4. X plus 3 is equal to 7. അപ്പോൾ ഏത് നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്താലാണ് നമുക്ക് 7 കിട്ടുന്നതെന്ന് വി ഹാവ് ടു ഫൈൻഡ്. സോ നമുക്കറിയാത്ത ആ ഒരു നമ്പറിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കും, അല്ലെങ്കിൽ വൈ എന്ന് കൊടുക്കും, അല്ലെങ്കിൽ എ ബി ഏത് വേരിയബിൾ വേണമെങ്കിലും കൊടുക്കാം. Okay, so we are putting here x instead of that number we have to find. So x plus 3 is equal to 7 we return. Then we have to find this x. Xന്റെ സ്ഥാനത്ത് എന്ത് നമ്പർ വരുമെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ നോക്കിക്കേ, ഇതിൻ്റെ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആ ടേമിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകണം, റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. അതിന് നമ്മൾ എങ്ങനെ കൊണ്ടുപോകും? അവിടെ അഡിഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ എന്നൊക്കെ അറിയാൻ നമ്മൾ എന്ത് നോക്കണം? ഇൻ ബിറ്റ്വീൻ ദീസ് ടു നമ്പേഴ്സ് വിച്ച് ഓപ്പറേഷൻ ഈസ് ഹിയർ? ഹിയർ ഇറ്റ് ഈസ് പ്ലസ്. ഇവിടെ പ്ലസ് ആണെങ്കിൽ അപ്പുറം കൊണ്ടുപോകുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി മൈനസ്. ഇവിടെ ഇൻറ്റു ആണെങ്കിൽ അവിടെ ഡിവൈഡ്, ഇവിടെ ഡിവൈഡ് ആണെങ്കിൽ അവിടെ ഇൻറ്റു, ഇവിടെ സബ്ട്രാക്ഷൻ മൈനസ് ആണെങ്കിൽ അവിടെ പ്ലസ്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് പ്ലസ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 7. ഇവിടെ പ്ലസ് ആണ്, അത് ഇപ്പുറം കൊണ്ടുപോകും മൈനസ് ആവും. 7 മൈനസ് 3, ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 4. എക്സ് ഈസ് ഈക്വൽ ടു 4. ഇനി ഈ എക്സിൻ്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുത്ത് നോക്കേ. 4 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 7 കിട്ടിയില്ലേ? സോ that answer is correct. ഇങ്ങനെയാണ് നമ്മൾ ഒരു എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ദിസ് ഈസ് we are going to study in this chapter, that is pairs of equation. You already studied one chapter equations in your 8th standard. This is എന്താണ് ഇത്? അതിൻ്റെ ഒരു ബാക്കിയായിട്ട് വരും. അന്ന് നമ്മൾ ഒരു ഇക്വേഷൻ വരുന്നതേ പഠിച്ചിട്ട്. ഇവിടെ പെയർസ് ഓഫ് ഇക്വേഷൻ, മോർ ദാൻ വൺ ഇക്വേഷൻ വിൽ കം ഇൻ വൺ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൽ തന്നെ ഒരു ഇക്വേഷൻസിൽ കൂടുതലായിട്ട് വന്ന് നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എക്സ് വൈയുടെയൊക്കെ വാല്യൂസ് കണ്ടുപിടിക്കും. സോ ഷാൽ വി സ്റ്റാർട്ട്? You have some exercise in page number 38. The first exercise is, in a rectangle of perimeter 1 meter, one side is 5 centimeters longer than the other. What are the length of the sides? So in this question,
ഇൻ എ റെക്റ്റാങ്കിൾ ഓഫ് പെരിമീറ്റർ 1 മീറ്റർ, അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 1 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വൺ സൈഡ് ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ് ലോങ്ങർ ദാൻ ദ അതർ. ഒരു സൈഡിനെക്കാട്ടിലും ഒരു സൈഡ് എന്ന് പറയുന്നത് മറ്റേ സൈഡിനെക്കാട്ടിലും 5 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് സൈഡിൻ്റെയും ലെങ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനകത്ത് ലോങ്ങർ സൈഡ് എന്ന് പറയുന്നത് ആ ഷോർട്ടർ സൈഡിനെക്കാട്ടിലും 5 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അത്ര കാര്യങ്ങളെ തന്നിട്ടുള്ളൂ. നമുക്കപ്പോൾ വി ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദാറ്റ് ലോങ് സൈഡ് ആൻഡ് ദാറ്റ് ഷോർട്ട് സൈഡ്. സോ വി നോ ദാറ്റ് perimeter is equal to 1 meter. 1 meter means how many centimeter? 100 centimeter. We know that the perimeter of a rectangle means the sum of all the sides of the rectangle. അല്ലേ, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്ന ആ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡിൻ്റെയും കൂടെ സമ്മിനെയാണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് a rectangle has 4 sides and opposite sides are equal. അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് വരുന്ന റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന സൈഡ്സിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതിൻ്റെ രണ്ട് ലെങ്തും അതിൻ്റെ രണ്ട് വിഡ്ത്തും ഈക്വൽ ആയിരിക്കും. സോ അതിന് രണ്ട് ലോങ് സൈഡ്, റെക്റ്റാങ്കിൾ ഹാസ് 2 ലോങ് സൈഡ് ആൻഡ് 2 ഷോർട്ട് സൈഡ്. അപ്പോൾ 1 ലോങ് സൈഡും 1 ഷോർട്ട് സൈഡും കൂടെ തമ്മിലുള്ള സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 സൈഡും കൂടെ വരുന്നത് 100 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2 സൈഡ്സിൻ്റെ സം എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇറ്റ് വിൽ ബി 50 സെൻറ്റിമീറ്റർ. ആൻഡ് ലെങ്ത് ഓഫ് let length of short side be x centimeter. അതിനകത്ത് ഷോർട്ട് സൈഡിന് നമുക്ക് x എന്ന് കൊടുക്കാം. then length of long side is equal to എന്ത് വരും? അതിനകത്ത് ഷോർട്ട് സൈഡ് എക്സ് ആണെങ്കിൽ ആ ലോങ് സൈഡ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി 5 സെൻറ്റിമീറ്റർ മോർ ദാൻ ഷോർട്ട് സൈഡ്, ദാറ്റ് ഈസ് x plus 5 സെൻറ്റിമീറ്റർ. Okay, then ഈ ഇക്വേഷൻ കണ്ടോ, ലോങ് സൈഡ് പ്ലസ് ഷോർട്ട് സൈഡ് ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് x plus 5 ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ഇവിടെ 2x ഉണ്ട്. x plus x മീൻസ് 2x plus 5 ഈസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ. ഇവിടെ നോക്കേ, 2x വേരിയബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ടേമും ഉണ്ട്, ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്പർ മാത്രം ഉള്ളതിനെ കോൺസ്റ്റൻ്റ് എന്ന് പറയും. കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടേമും ഉണ്ട്. അപ്പോൾ വേരിയബിൾ ഉള്ള ടേമിനെ ഇവിടെ നിർത്തിക്കൊണ്ട് മറ്റേ നമ്പറിനെ അപ്പുറം കൊണ്ട് എന്ത് ചെയ്യണം? വി ഹാവ് ടു സബ്ട്രാക്ട്, ബിക്കോസ് ഹിയർ ഇറ്റ് ഈസ് പ്ലസ് സൈൻ. ദെൻ വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു സബ്ട്രാക്ഷൻ. 2x ഈസ് ഈക്വൽ ടു 50 minus 5. 2x is equal to 45 and x is equal to 45 divided by 2, that is equal to 22.5. You understand? So we got the value x is equal to 22.5. x നമുക്ക് കിട്ടി 22.5. നമുക്ക് എന്താണ് ഇതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത്? ലെങ്ത് ഓഫ് ഷോർട്ടർ സൈഡ് ആൻഡ് ലെങ്ത് ഓഫ് ലോങ് സൈഡ്. അപ്പോൾ ഷോർട്ടർ സൈഡ് ദാറ്റ് ഈസ് x is equal to 22.5 centimeter we got. And how will you find the length of long side? Here x plus 5 is length of long side. X ന്റെ value എത്രയാണ്? It is 22.5 plus 5, that is equal to 27.5 centimeter. So we got the length of short side and length of long side. എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്? ഫസ്റ്റ് നമ്മൾ എക്സ് എന്നും പറഞ്ഞ് ഒരു സൈഡിൻ്റെ ലെങ്തിനെ എക്സും മറ്റേ സൈഡ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോലെ എക്സ് പ്ലസ് 5ഉം കൊടുത്തു. ദെൻ വി ഫൈൻഡ് ദ ആൻസർ. യു അണ്ടർസ്റ്റാൻഡ്? Then we are moving to the second question, that is, a class has 4 more girls than boys. On a day when only 8 boys were absent, the number of girls
was twice that of the boys. How many girls and boys are there in the class? So ഒരു ക്ലാസ്സിൽ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ആ ക്ലാസ്സിലെ ബോയ്സിൻ്റെ സ്ട്രെങ്തിനേക്കാളിലും നാല് കൂടുതലാണ്. അതായത് നമ്പർ ഓഫ് ഗേൾസ് ഈസ് 4 more than that of boys. On a day when only 8 boys were absent, ഒരു ദിവസം 8 ബോയ്സ് ആബ്സെൻ്റ് ആയിരുന്നപ്പോൾ അന്നത്തെ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് ആ ബോയ്സിനെക്കാട്ടിലും ഇരട്ടിയാണ്. ഹൗ മെനി ഗേൾസ് ആൻഡ് ബോയ്സ്, അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട് എത്ര ഗേൾസ് ഉണ്ട്? ഹൗ വിൽ യു ഫൈൻഡ്? അപ്പോൾ നമ്പർ ഓഫ് ലെറ്റ് ദ നമ്പർ ഓഫ് ബോയ്സ് ബി എക്സ്. Let number of boys is equal to x and number of girls എത്ര ആയിരിക്കും? ബോയ്സ് എക്സ് ആണെങ്കിൽ ബോയ്സിനെക്കാളിലും 4 പേര് കൂടുതലാണ് ഗേൾസ്, എക്സ് പ്ലസ് 4. ഓക്കെ, നമ്പർ ഓഫ് ബോയ്സ് present, number of boys present when 8 boys absent. അപ്പോൾ 8 ബോയ്സ് ആബ്സെൻ്റ് ആയിരുന്ന ദിവസം എത്ര നമ്പർ ഓഫ് ബോയ്സ് ഉണ്ടായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദാറ്റ് ക്ലാസ് ഈസ് എക്സ്. വെൻ 8 ഈസ് ആബ്സെൻറ്റ് ഇറ്റ് വിൽ ബി 8x മൈനസ് 8 അല്ലേ? 8 പേര് ആബ്സെൻ്റ് ആണെങ്കിൽ ടോട്ടൽ നമ്പറിൽ നിന്ന് 8 മൈനസ് ചെയ്യുക. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സ് വി ടേക്കൺ ഹിയർ ഇറ്റ് ഹാസ് എക്സ്. സോ the number of boys present when 8 boys is absent, it is x minus 8. Then they saying that the number of girls was twice that of the boys. അപ്പോൾ 8 പേര് ആബ്സെൻ്റ് ആയിരുന്ന ദിവസത്തിൻ്റെ ബോയ്സിൻ്റെ ഇരട്ടിയാണ് ആ ക്ലാസ്സിലെ ഗേൾസിൻ്റെ എണ്ണം. സോ ഇറ്റ്സ് twice is equal to 2 into x minus 8. 2 into x minus 8, that is 2x minus 16. അതിൻ്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ 2x minus 16. ഇതാണ് നമ്പർ ഓഫ് ഗേൾസിൻ്റെ എണ്ണം. സോ ഇവിടെ നമ്പർ ഓഫ് ഗേൾസ് തന്നിട്ടുണ്ട്, അപ്പോൾ ഇതും ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 2x minus 16 ഈസ് ഈക്വൽ ടു x plus 4. Okay, 2x minus 16 is equal to x plus 4. So 2x is equal to x plus 4 plus 16. 2x is equal to x plus 20. ഇനി ദാണ്ടെ ഈ 2xും ഇവിടെ റൈറ്റ് സൈഡിൽ എക്സ്, ഹിയർ ഇറ്റ് ഈസ് എക്സ് പ്ലസ് 20 ഇൻ ദ റൈറ്റ് സൈഡ് ആൻഡ് 2x ഈസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ്. വി ഹാവ് ടു കൺവേർട്ട് ദിസ് എക്സ് ഇൻ ടു ബിലോങ്സ് ടു the term, that is 2x. ഇനി ഈ എക്സിനെ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ 2x minus x is equal to 20. 2xൽ നിന്നും x മൈനസ് ചെയ്യുമ്പോൾ that is x means 1x. 2x minus 1x means x is equal to 20. So we got the value of x as 20. നമ്മൾ നമ്പർ ഓഫ് ബോയ്സിന് എക്സ് എന്ന് പറഞ്ഞായിരുന്നു കൊടുത്തിരുന്നത്. സോ എക്സിൻ്റെ വാല്യൂ 20 ആകുമ്പോൾ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ ക്ലാസ് വിൽ ബി 20 and number of girls in the class is x plus 4, that is 20 plus 4, that is equal to 24. So the total number of boys in the class is 20 and total number of girls in the class is 24. Okay, then moving to the next question. A man invested 10,000 rupees split into 2 schemes at annual rates of interest 8% and 9%. After 1 year, he got 875 rupees as interest from both. How much did he invest in each? അപ്പോൾ ഒരാൾ 10,000 rupees ഒരു ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എത്രയൊക്കെ ഇൻട്രസ്റ്റിലാണ്? 8% ഇൻട്രസ്റ്റിലും 9% ഇൻട്രസ്റ്റിലും 10,000 rupees സ്പ്ലിറ്റ് ആക്കി ഇട്ടു. ഇതിൽ രണ്ടിൽ നിന്നും കൂടെ ആഫ്റ്റർ 1 year ഈ ഗോട്ട്
875 rupees as the interest. So how much did he invest in each? അപ്പോൾ ടോട്ടൽ ഇൻട്രസ്റ്റ് ഹി ഗോട്ട് ആസ് 875 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഓരോ സ്കീമിലും 2 സ്കീമിലിട്ടു, ഫസ്റ്റ് സ്കീം ആൻഡ് സെക്കൻഡ് സ്കീം. സോ ഇതിൽ രണ്ടിലും എത്ര രൂപ വെച്ച് അയാൾ ഇട്ടിരുന്നു എന്ന് വി ഹാവ് ടു ഫൈൻഡ്. 10,000 റുപ്പീസ്, ചിലപ്പോൾ 5,000 ആയിരിക്കും, ചിലപ്പോൾ 4,000, 6,000 ആയിരിക്കും. അത് കറക്റ്റ് എത്ര ആണെന്ന് വി ഹാവ് ടു ഫൈൻഡ്. ഓക്കെ, സോ third answer, let the amount deposited in the 8% scheme, in the 8% interest scheme is equal to X, and let the amount deposited in 9% interest scheme, we can take it as Y. Okay, then ഈ എക്സും വൈയും കൂടെ ആഡ് ചെയ്യുന്നതാണ് what 10,000. We can give it as equation number 1. What we done here, amount that is deposited in the 8% interest scheme, we taken that amount as X, and the amount that deposited in the 9% interest scheme, we taken it as Y. Why we take X and Y? Because we didn't know the correct amount. We have to find that X and Y. Okay, then we know that two, when we add that to amount, we will get 10,000 അല്ലേ. 10,000 റുപ്പീസിനെയാണ് സ്പ്ലിറ്റ് ചെയ്ത് എക്സ് ആൻഡ് വൈ. അപ്പോൾ എക്സും വൈയും ആഡ് ചെയ്യുമ്പം വി ക്യാൻ ഗെറ്റ് 10,000. സോ എക്സ് പ്ലസ് വൈ ഈസ് 10,000. വി ഗിവൺ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ ഇൻട്രസ്റ്റ് ഫ്രം ഫസ്റ്റ് സ്കീമിൽ നിന്നും കിട്ടിയ ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ I is equal to PNR by 100 എന്നാണ്. അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് എക്സ് ആണ് അല്ലേ. എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇയേഴ്സ്, ഇവിടെ 1 ആണ് നമ്പർ ഓഫ് ഇയേഴ്സ്, ഇൻറ്റു ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സ്കീമിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 8 ആണ്, 8/100. സോ ഇറ്റ് ഈസ് 8x by 100. സോ ആദ്യത്തെ സ്കീമിൽ നിന്നും കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8x by 100. ദെൻ interest from second scheme. Interest he got from second scheme is what? X into 9/100 അല്ലേ. സെക്കൻഡ് സ്കീമിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ second scheme is Y. The amount is Y. Y into 9/100, that is 9Y/100. 9/100 in, and the total interest എത്ര റുപ്പീസ് കിട്ടിയായിരുന്നു? that is they given in the question. Total interest from both is 875 rupees. Total interest is equal to 875 rupees. അതായത് രണ്ട് ഇൻട്രസ്റ്റും കൂടെ നമുക്ക് എത്ര റുപ്പീസ് കിട്ടി? 875 റുപ്പീസ് കിട്ടി. ദാറ്റ് മീൻസ് this and this, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ദാറ്റ് ഈസ് 8x by 100 പ്ലസ് 9y/100 is equal to 875. That is 8x plus 9y/100. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആകുമ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ വി ഹാവ് ടു ആഡ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ടേക്ക് ആസ് 100. സോ ഈസ് ഈക്വൽ ടു 875. ഇനി ഈ 100 ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഈ 100, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇവിടെ 100 ആണ്. ബാക്കി രണ്ടിനും വേരിയബിൾസ് ഉണ്ടല്ലേ. സോ ഈ 100നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയി, ഇവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 100 ആണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇറ്റ് വിൽ ബി മൾട്ടിപ്ലൈ. ഓക്കെ, സോ 8x plus 9y is equal to 875 into 100, that is
8,75,000. Okay. And next step is നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്ത് എന്താക്കണം, എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് ഇതിന് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ദെൻ ഫസ്റ്റ് ഇക്വേഷനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈയിങ് ദ ഫസ്റ്റ് ഇക്വേഷൻ വിത്ത് 8 we will get 8x plus 8y is equal to 8,000. Sorry, 80,000. Okay, and give it as equation number 3. Then equation number 2 equation number 3 കൂടെ subtract ചെയ്യുക. Subtracting equation 2 and 3, equation 2 and 3 subtract ചെയ്യുമ്പോൾ we will get y is equal to ഇങ്ങനെ കിട്ടും. ഓക്കെ, ആൻഡ് വൈയുടെ വാല്യൂ കിട്ടി. ദെൻ ഫ്രം ഇക്വേഷൻ 1 we know that x plus y is equal to 10,000, isn't it? So we got the value of y, then x plus 7,500 is equal to 10,000. ആൻഡ് ഇവിടെ എക്സ് ഉണ്ട്, 7,500 ഉണ്ട്. എക്സിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഈസ് ഈക്വൽ ടു, ഹൗ വിൽ യു ഫൈൻഡ് 10,000 minus 7,500, that is 2,500. So എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ എടുത്തിരുന്നത്? എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ദ 8% ഇൻട്രസ്റ്റ് സ്കീം. എമൗണ്ട് ഡെപ്പോസിറ്റഡ് 8% ഇൻട്രസ്റ്റ് സ്കീമിൽ അപ്പോൾ അയാൾ എത്ര രൂപ ഡെപ്പോസിറ്റ് ചെയ്തിരുന്നു? 2,500. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്. ആൻഡ് വാല്യൂ ഓഫ് വൈ ഈസ് 7,500. സോ ദ മാൻ ദാറ്റ് ഈസ് deposited, the amount deposited in the 9% interest scheme is 7,500 rupees. So the value of x is 2,500 and the value of y is 7,500. Okay. Then moving to the next question. A 3.5 meter long rod is to be cut into 2 pieces. One piece is to be bent into a square and the other into a equilateral triangle. The length of their sides must be the same. How should it be cut? So 3.5 meter ലെങ്ത് ഉള്ളൊരു ലോങ് റോഡ്, അതിനെ കട്ട് ചെയ്ത് 2 പീസസ് ആക്കി, ഒരു പീസ് സ്ക്വയറുമാക്കി, ഒരു പീസ് ട്രയാങ്കിളുമാക്കി. വിച്ച് ട്രയാങ്കിൾ? ഇറ്റ് ഈസ് മേക്ക് ഇറ്റ് ആസ് ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് both the shapes are സെയിം അല്ലേ? ഒരു സ്ക്വയറിൻ്റെയും ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും എല്ലാ സൈഡ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൗ ഷുഡ് ഇറ്റ് ബി കട്ട്? എങ്ങനെയായിരിക്കണം? എത്രയാണ് ആ ഒരു സ്മോൾ ലെങ്ത് എടുത്ത വൺ ലെങ്ത്, വൺ സൈഡിൻ്റെ ലെങ്ത് എത്ര ഇത് വെച്ചെടുത്തു എന്ന്. സോ that 3.5 meter long rod is cut into 2 shapes, that is one square and one equilateral triangle. And total length of that rod is 3.5 meter. And what? Since the sides of both the figures are same, അപ്പോൾ ടോട്ടൽ എത്ര സൈഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7 sides. So total sides is equal to 7. And how will you find the length of one side?
length of one side is equal to total length എന്ന് പറയുന്നത് 3.5 ആണ്. How many sides are there? 7. Then how will you find the length of one side? One side is equal to 3.5 divided by 7 അല്ലേ? ടോട്ടലിൽ നിന്ന് നമ്പർ ഓഫ് സൈഡ്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് വൺ സൈഡിൻ്റെ ലെങ്ത് കിട്ടും. സോ 3.5 ഡിവൈഡ് ബൈ 7 ദാറ്റ് ഈസ് 7/2. 3 1/2നെ കൺവേർട്ട് ചെയ്യുമ്പോൾ 3 + 1/2 ദാറ്റ് ഈസ് 6 + 1/2 ദാറ്റ് ഈസ് 7/2. 7/2 ഡിവൈഡഡ് ബൈ 7/2നെ ഒരു ഫ്രാക്ഷനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഇൻഡു ചെയ്യും. ദാറ്റ് ഈസ് 1/7. സോ 1/2 meter. So length of one side is 1/2 meter. ഇനി we have to find the total length cut for the different shapes. അപ്പോൾ സ്ക്വയറിന് മാത്രമായിട്ട് മൊത്തം എത്ര ലെങ്ത് എടുത്തു എന്നും അറിയണം, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് മാത്രമായിട്ട് എത്ര ലെങ്ത് എടുത്തു എന്നാണ്. സോ ലെങ്ത് ഓഫ് റോഡ് for the square, length of rod for the square is equal to എത്ര സൈഡ്സ് ഉണ്ട്? 4 × 1/2 that is 2 meter, isn't it? Then length of rod for the equilateral triangle, length of rod for the equilateral triangle is equal to 3 × 1/2 that is equal to 3/2 that is 1/2 meter, 1.5. സോ ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ 2 + 1/2 നോക്കിക്കേ, 2ഉം 1/2 കൂടെ ആഡ് ചെയ്യുമ്പോൾ 3 1/2 കിട്ടും. സോ ദ ആൻസർ ഇസ് കറക്റ്റ്. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് ഫിഗറിൻ്റെയും എത്ര ലെങ്ത് നമ്മൾ രണ്ടിനും വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തു എന്നറിയുന്നത്. So this is the first exercise. So today's class is over. Assalamu alaikum.